ജാപ്പനീസ് റെസ്റ്റോറന്റിൽ വന്നു കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചയാണ് മെനു ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവർ അടച്ചിട്ട് പോയി ഓർഡർ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആള് പോയി കിട്ടും. നമുക്ക് കുറച്ച് കലാകാഴ്ച ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ലാസ്റ്റ് ആണ് ഈ ജാപ്പനീസ് കൾച്ചറിൽ ഒച്ച കുടിക്കുക. ആ ഒച്ച കുടിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞെന്നുള്ള രീതിയിലാണ്. പിന്നെ ഈ സീറ്റിംഗ് കണ്ടില്ലേ, ഇപ്പൊ നമ്മളൊരു ബിസിനസ്സിന് വരികയാണ്, അതായത് ബിസിനസ് നമ്മൾ ക്ലയന്റ് ട്രീറ്റിന് വരികയെന്ന് വെച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓറിന്റെ അടുത്തുള്ള ഈ രണ്ട് സ്ഥലത്തായിരിക്കും കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരിരിക്കാം. ഈ രണ്ട് സ്ഥലത്ത് ബിസിനസിന്റെ ക്ലയൻസ്. ജാപ്പനീസ് റെസ്റ്റോറന്റിൽ എപ്പോഴും കാണുന്ന ഒരു സംഭവമാണ് ഒരു ചെറിയ കൊട്ട നമുക്ക് സൈഡിൽ കൊണ്ടുവന്ന് വെക്കും. ഇത് എന്തിനാണെന്നറിയോ, നമ്മുടെ ബാഗ്, നമ്മുടെ വാളറ്റ് എടുത്തു വെക്കാനുള്ള ഒരു കൊട്ടയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ജാക്കറ്റും മറ്റൊക്കെ ഓഫീസ് കഴിഞ്ഞിട്ട് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ തൂക്കിടാനുള്ള ഹാങ്ങറും ഉണ്ടാവും ഇവിടെ. ഹക്കാത്ത റാമൻ എത്തിയിട്ടുണ്ട്. ഇതാണ് എന്റെ ഫേവറേറ്റ് സാധനം, നങ്കറ്റ്സ് കരാഗി എന്നാണ്. ഇത് നമ്മുടെ ചിക്കന്റെ കാർട്ടിലേജ് ഭാഗം കട്ട് ചെയ്തിട്ട് ഒരു സ്പെഷ്യലി ഒരു മസാലയിൽ മുക്കിയിട്ട് പൊരിക്കണം.